ഹലോ കൂട്ടുകാരെ. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ സന്തോഷമുണ്ടെങ്കിൽ ഇടയ്ക്ക് കേക്കൊക്കെ കട്ട് ചെയ്ത് ആഘോഷിക്കൂലേ? ഇപ്പോൾ ബർത്ത്ഡേ ആയാലും വെഡ്ഡിങ് ആനിവേഴ്സറി ആയാലും ഒക്കെ ഇങ്ങനെ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഏതായാലും 150 ഫോളോവേഴ്സായി, അപ്പോൾ ആ സന്തോഷം നമുക്ക് ഒരു കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കാമെന്ന്. വലിയ സെലിബ്രേഷനൊന്നുമല്ല, എന്തായാലും നമ്മുടെ ഒരു സന്തോഷമല്ലേ 150 ഫോളോവേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ താങ്ക് യു കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് ഫുൾ സപ്പോർട്ടാണല്ലോ എല്ലാവരും. ഞാനിങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും മെസ്സേജ് ഇട്ടു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബേഴ്സ് പ്രതീക്ഷിക്കുന്നു ഞാൻ. അപ്പോൾ എൻ്റെ ആ സന്തോഷം ഒന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ കേക്ക് ഉണ്ടാക്കാനാണ് തീരുമാനിച്ചത്. വാങ്ങണ്ട, നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ വിസ്മയ ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ എന്താണ് ചോക്ലേറ്റ് കേക്കുകളൊക്കെ ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് വിചാരിച്ചു എന്നാൽ നമുക്ക് ടീ കേക്ക് ആക്കാമെന്ന്. ഓക്കെ, അപ്പോൾ ജിജോക്കും ചോക്ലേറ്റിനോട് വലിയ താല്പര്യമില്ല, എന്നാൽ പിന്നെ ടീ കേക്ക് ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉണ്ടാക്കാൻ പോവുക കേട്ടോ. അപ്പോൾ 2 മുട്ട അത് മിക്സി അല്ലെങ്കിൽ ബീറ്ററുള്ളവർക്ക് ബീറ്ററിൽ അടിക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് പൊടിച്ച പഞ്ചസാര 1 കപ്പ് അതുകൂടി ആഡ് ചെയ്ത് നല്ലോണം ബീറ്റ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ. എനിക്ക് സൺഫ്ലവർ ഓയിൽ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതാണ് ആഡ് ചെയ്തത്. വീണ്ടും ബീറ്റ് ചെയ്യുക നല്ലോണം. അതിനുശേഷം ഒരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണത്. അതിലേക്ക് ഒരു 1/4 സ്പൂൺ വാനില എസൻസ്, പൈനാപ്പിൾ എസൻസ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം കേട്ടോ. അപ്പോൾ ഒരു പൈനാപ്പിളിൻ്റെ ഫ്ലേവറും കൂടി വരും. അങ്ങനെ അത് നല്ലോണം മിക്സ് ചെയ്യുക. അതിന് ബീറ്ററൊന്നും ഉപയോഗിക്കണ്ട. അതിനുശേഷം 1 കപ്പ് മൈദ, ഒരു 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യുക. അതിലേക്ക് ഒരു പിഞ്ച് സോൾട്ടും കൂടി ആഡ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അതിനുശേഷം കുറേശ്ശെ നമ്മുടെ മറ്റേ ബാറ്ററിയില്ലേ, മുട്ട അടിച്ചിട്ടുള്ള ബാറ്ററിലോട്ട് കുറേശ്ശെ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ധന്യയുടെ മോള് അച്ചു വന്നിരുന്നു കേട്ടോ. അപ്പോൾ അവളിടയ്ക്ക് കേക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു എനിക്കൊന്ന് ഇളക്കി സഹായിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവളെനിക്ക് അതങ്ങനെ മിക്സ് ചെയ്ത് സഹായിച്ചു തന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടിയാണ് കേക്ക് ഉണ്ടാക്കിയത്. സക്സസ് ആയിരുന്നു കേക്ക്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിലേക്ക് ഒരു ഹാഫ് കപ്പ് പാലിൽ ഒരു 50 ഗ്രാം ബട്ടർ ഇട്ട് നല്ലോണം ചൂടാക്കണം. ചൂടാക്കിയാൽ മതി, തിളക്കണമെന്നില്ല കേട്ടോ. ബട്ടറൊന്ന് മെൽറ്റായാൽ മതി. അതിനുശേഷം എന്താ ചെയ്യുക, ആ പാല് നമ്മൾക്ക് ഇതിലൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ഇത് ഇത്തിരി തിക്കായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് പാലും കൂടി ആഡ് ചെയ്യുമ്പോൾ കറക്റ്റ് അളവാകും കേട്ടോ. അതിനുശേഷം ഒരു ബൗള്, ഇത് കേക്കിംഗ് ബൗൾ എടുത്തിട്ട് അതിൽ ബട്ടർ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം കുറച്ച് മൈദ തൂകിയിട്ട്
ഇനിയിപ്പോൾ ബട്ടർ പേപ്പർ ഉള്ളവർക്ക് ബട്ടർ പേപ്പർ വെച്ചാലും മതി കേട്ടോ. ഈ ഐഡിയ നമ്മുടെ അച്ചു പറഞ്ഞു തന്നതാണ്, അവൾ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ തന്നെ ചെയ്യാം. ബട്ടർ പേപ്പർ ഉണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ. ഇതിങ്ങനെ മൈദ അതിൽ തൂകിയിട്ട് അങ്ങനെ പിടിപ്പിച്ചെടുത്തതിന് ശേഷം ഈ ബാറ്റർ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കൊട്ടി ഒന്ന് കളയണം കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഇങ്ങനെ മാവ് ഇരിക്കില്ല. നമ്മൾ കേക്ക് ഉണ്ടായി വരുമ്പോൾ അത് ഭയങ്കര ഒരു ഹോള് പോലെയൊക്കെ വരും. എന്നിട്ട് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത ഒരു ചരുവുണ്ട്, അലൂമിനിയം ചരുവ്, അതിലേക്ക് വെക്കണം. ഒരു 20 മിനിറ്റ്സ് ബേക്ക് ചെയ്യണം കേട്ടോ. അതേ ഇവിടെ ധന്യയുടെ ഹസ്ബൻഡ് സന്തോഷും ജിജോയും കൂടി ഭയങ്കര വർത്താനമാണ്. എന്നാൽ പിന്നെ കേക്ക് ടേസ്റ്റ് ചെയ്തേക്കാന്ന് ഓർത്ത് അവരിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ കേക്ക് 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല സക്സസ്ഫുള്ളായി പൊങ്ങിയൊക്കെ വന്നു കേട്ടോ. വലിയ കളറൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ ഇങ്ങനെ കേക്ക് കാണുമ്പോൾ കളറ് കാണാറുണ്ട്, എനിക്ക് തോന്നുന്നു കളറ് മിക്സ് ചെയ്യണതായിരിക്കും. പക്ഷേ നമ്മളങ്ങനെയൊന്നും ആഡ് ചെയ്തില്ല, അതുകൊണ്ട് ഇത്തിരി നിറം കുറവായിരുന്നു. എന്നാലും പക്ഷേ ടേസ്റ്റും ഉണ്ടായി, നല്ല സ്പോഞ്ചി കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അത് മുറിക്കാറായപ്പോഴത്തേക്കും ധന്യ ഡാൻസ് ക്ലാസ് കഴിഞ്ഞും വന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് സെലിബ്രേഷൻ ഉണ്ടെങ്കിലും അവർ നമ്മുടെ കൂടെ ഉണ്ടാവും കേട്ടോ. സർപ്രൈസിങ്ങിലി അവർ വന്നതാണ് കേട്ടോ. നമ്മൾ ഇത് കേക്ക് സക്സസ് ആവുമെന്ന് അറിയില്ല, അതുകൊണ്ട് അവരോടൊന്നും പറഞ്ഞില്ലായിരുന്നു. അങ്ങനെ അവരുടെ കൂടെ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് എല്ലാവരും ടേസ്റ്റ് ചെയ്തു. എല്ലാവർക്കും ഇഷ്ടമായി.